വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തിയത് പാർലമെൻറ്റിൻ്റെ മറ്റു ചുമതലകളെക്കുറിച്ചാണ്. ഇനി സംസ്ഥാന നിയമ നിർമ്മാണ സഭ. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ സഭകളുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ഇവയാണ്. ഇന്ത്യയിൽ ഭൂരിഭാഗവും സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ വിഭാഗത്തിന് ഒരു സഭ മാത്രമേ ഉള്ളൂ. ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭയെ ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കാം. അപ്പോൾ ഒരു മണ്ഡലം മാത്രമുള്ള ഒരു നിയമനിർമ്മാണ സഭ മാത്രമുള്ള സഭയെ എന്താണ് വിളിക്കുന്നത്? ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കാം. ചുരുക്കം ചില സംസ്ഥാനങ്ങൾക്ക് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുണ്ട്. അവ ഏതെന്ന് നമുക്ക് നോക്കാം. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾ: ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ 2 സഭകളുണ്ട്. അധോസഭയെ നിയമസഭ എന്നും ഉപരിസഭയെ നിയമ സമിതി എന്നും വിളിക്കും. ലെജിസ്ലേറ്റീവ് കൗൺസിലും ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നും വിളിക്കും. അപ്പോൾ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾ നമ്മൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനായിട്ടൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല സഭകൾ ഉള്ളത്. ഇനി ഇലക്ടറൽ കോളേജിലെ അംഗങ്ങൾ. ലോക്സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഇലക്ടറൽ കോളേജിലെ അംഗങ്ങൾ. പിന്നെയോ രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ട്, സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും. അപ്പോൾ ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ഈ 3 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ചേർന്ന് ഉള്ള അംഗമാണ് ഇലക്ടറൽ കോളേജിൽ ഉള്ളത്. അപ്പോൾ ലോക്സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, രാജ്യസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന നിയമസഭകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എല്ലാവരും കൂടിയും ചേർന്നതാണ് ഇലക്ടറൽ കോളേജ്. രാഷ്ട്രപതിയാകാനുള്ള യോഗ്യതകൾ എന്തെല്ലാം? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോക്സഭ അംഗമാകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതയും ഉണ്ടായിരിക്കണം. അപ്പോൾ രാഷ്ട്രപതിയാകാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോക്സഭ അംഗമാകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതകളും ഉണ്ടായിരിക്കണം. രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്തെല്ലാം എന്ന് നോക്കാം. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ. പ്രധാനമന്ത്രി മന്ത്രിമാരെയൊക്കെ നിയമിക്കൽ രാഷ്ട്രപതിയാണ്. സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊടുക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ രാഷ്ട്രപതിയുടെ ചുമതലയിൽപ്പെട്ടതാണ്. പിന്നെയോ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. അപ്പോൾ പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നു. അതുകൂടാതെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പിന്നെ സർവ്വ സൈന്യാധിപന്മാരായി പ്രവർത്തിക്കൽ. അടുത്തത് എന്താണ്? രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോക്സഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നു. അടുത്തത് എന്താണ്? പാർലമെൻറ്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ. പാർലമെൻറ്റിൽ പാസാക്കിയ ബില്ലുകളെല്ലാം അംഗീകാരം നൽകുന്നത് രാഷ്ട്രപതിയാണ്. ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും രാഷ്ട്രപതിയാണ്. പിന്നെയോ ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ രാഷ്ട്രപതിയാണ്. അപ്പോൾ ഇത്രയും ചുമതലകളാണ് രാഷ്ട്രപതിയുടെ കീഴിലുള്ളത്. അപ്പോൾ ഇതെല്ലാം പഠിച്ചിരിക്കണം. എന്നാലാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കുന്നത് ഈ പോയിൻറ്റ്സുകളെല്ലാം അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ്?
നമ്മളുടെ നിലവിലുള്ള രാഷ്ട്രപതി ദ്രൗപദി മുർമു. അപ്പോൾ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? രാജേന്ദ്ര പ്രസാദ്. ഇനി ഉപരാഷ്ട്രപതി, വൈസ് പ്രസിഡന്റിന്റെ കാര്യം നോക്കാം. ഇന്ത്യയിൽ രാഷ്ട്രപതിയെ കൂടാതെ ഉപരാഷ്ട്രപതിയുമുണ്ട്. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതും ഒരു ഇലക്ടറൽ കോളേജാണ്. രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ ഈ ഇലക്ടറൽ കോളേജിൽ അംഗങ്ങളായിരിക്കും. 5 വർഷക്കാലത്തേക്കാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ 5 വർഷക്കാലത്തേക്കാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. എന്നാലോ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധർഖൻ. അപ്പോൾ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് ധർഖൻ. ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? രാജേന്ദ്ര പ്രസാദ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു. ഇനി ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുക. പിന്നെയോ രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുക. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ് കേട്ടോ. അപ്പോൾ ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ എന്താണ്? രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുക, രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുക. ഇനി യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭ. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്ര മന്ത്രിസഭ പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ. രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നത് മന്ത്രിസഭയാണ്. ഈ ഡയഗ്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കണ്ടോ? പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ കീഴിൽ ക്യാബിനറ്റ് മന്ത്രിമാര്, ക്യാബിനറ്റ് മന്ത്രിമാരുടെയൊക്കെ കീഴിൽ സഹമന്ത്രിമാര്, അതിന് കീഴിൽ ഉപമന്ത്രിമാര്. അപ്പോൾ പ്രധാനമന്ത്രി, അതിന് താഴെ ക്യാബിനറ്റ് മന്ത്രിമാര്. അപ്പോൾ ക്യാബിനറ്റ് മന്ത്രിമാരെന്ന് പറഞ്ഞാൽ ഓരോ വകുപ്പുകളുടെയും തലവൻ മന്ത്രിമാരാണ്. അതിന് കീഴെ സഹമന്ത്രിമാരുണ്ട്, ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഈ സഹമന്ത്രിമാർക്കും കീഴെ ഉപമന്ത്രിമാരുണ്ട്. അത് വകുപ്പ് പ്രവർത്തനങ്ങളിൽ മന്ത്രിമാരെ സഹായിക്കലാണ് അവരുടെ ജോലി. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. അപ്പോൾ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇനി പ്രധാനമന്ത്രിയുടെ ചുമതലകൾ എന്തെല്ലാമെന്ന് നോക്കാം. ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവിനെ ആയിരിക്കും പ്രധാനമന്ത്രിയായി നിയമിക്കുക. അതായത് വോട്ട് ചെയ്ത് ഏറ്റവും ഭൂരിപക്ഷത്തിലുള്ള പാർട്ടിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിക്ക് അതിവിപുലമായ അധികാരങ്ങളും ചുമതലകളും ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ തീരുമാനങ്ങളിലും നിർണായകമായ സ്വാധീനം അദ്ദേഹത്തിനുണ്ടാകും. പ്രധാനമന്ത്രിയുടെ മുഖ്യ ചുമതലകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ലോക്സഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ലോക്സഭയുടെ നേതാവ് ആരാണ്? പ്രധാനമന്ത്രി. ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷം വഹിക്കുന്നു. ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ മന്ത്രിസഭ കൂടുമ്പോൾ അതിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. മന്ത്രിസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രധാനമന്ത്രിയാണ് നിയന്ത്രിക്കുന്നത്. മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു. അതായത് മന്ത്രിസഭ കൂടിക്കഴിഞ്ഞ് ഓരോ തീരുമാനങ്ങൾ എടുത്തത് അത് അറിയിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചുമതലകൾ? ലോക്സഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു, ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷം വഹിക്കുന്നു, മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു, മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു. ഇനി സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം, അതായത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്സ്. സംസ്ഥാന തല കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണറാണ്.
അപ്പോൾ സംസ്ഥാന കാര്യനിർവഹണത്തിൻ്റെ തലവൻ ഗവർണറാണ്. ഇപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ തലവൻ, ഒരു രാജ്യത്തിൻ്റെ തലവൻ രാഷ്ട്രപതി എന്നതുപോലെ ഒരു സംസ്ഥാനത്തിൻ്റെ തലവൻ ഗവർണറാണ്. മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭ സംസ്ഥാനങ്ങളിൽ യഥാർത്ഥ കാര്യനിർവഹണത്തിനായി പ്രവർത്തിക്കുന്നു. അപ്പോൾ സംസ്ഥാന മന്ത്രിസഭയിലെ തലവനാരാണ്? മുഖ്യമന്ത്രി. അപ്പോൾ കേന്ദ്രമന്ത്രിസഭയിലെ തലവനോ? പ്രധാനമന്ത്രി. നീതിന്യായ വിഭാഗം, ജുഡീഷ്യറി എന്താണെന്ന് നോക്കാം. രാജ്യത്ത് വ്യക്തികൾ തമ്മിലും വ്യക്തിയും ഗവൺമെൻറ് തമ്മിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിലും വിവിധ വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന വിഭാഗമാണ് നീതിന്യായ വിഭാഗം. അപ്പോൾ രാജ്യത്ത് വ്യക്തികൾ തമ്മിലും വ്യക്തിയും ഗവൺമെൻറ്റും തമ്മിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിലും വിവിധ വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ? നമ്മൾ ദിനംപ്രതി ന്യൂസ് പേപ്പറിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ തർക്കങ്ങൾക്കൊക്കെ തീർപ്പ് കൽപ്പിക്കുന്ന വിഭാഗമാണ് ജുഡീഷ്യറി. കുറ്റവാളികൾക്ക് ശിക്ഷ നൽകിയും നിരപരാധികളെ സംരക്ഷിച്ചും കോടതികൾ നീതി നടപ്പാക്കുന്നു. നിയമനിർമ്മാണ വിഭാഗം പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. ഇന്ത്യയിലെ നീതിന്യായ വിഭാഗത്തിൻ്റെ ഘടന നമുക്ക് നോക്കാം. സുപ്രീം കോടതി, ഇതിൻ്റെ നീതിന്യായത്ത് തലപ്പത്തിരിക്കുന്നത് സുപ്രീം കോടതിയാണ്. അതിന് കീഴിൽ ഹൈക്കോടതികൾ, ഒരു സംസ്ഥാനത്തിന് ഒരു ഹൈക്കോടതി എന്ന നിലയിലാണ് ഹൈക്കോടതികൾ പ്രവർത്തിക്കുന്നത്. സംസ്ഥാനങ്ങളിലുണ്ടാകുന്ന കേസുകൾ പരിശോധിക്കലാണ് ഹൈക്കോടതിയുടെ ജോലി. ഇനി ജില്ലാ കോടതികളുണ്ട്. ജില്ലകളിലുണ്ടാകുന്ന കേസുകൾ പരിശോധിക്കലാണ് ജില്ലാ കോടതി. അപ്പോൾ സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ എന്താണ്? രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയാണ്. ഇന്ത്യ മുഴുവനും അധികാര പരിധിയിൽ ഇന്ത്യയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും തീർപ്പ് കൽപ്പിക്കുന്ന കോടതിയാണ് സുപ്രീം കോടതി. ഇനി സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ സംസ്ഥാനത്തിലുണ്ടാകുന്ന കേസുകൾ തീർപ്പ് കൽപ്പിക്കുന്നത് ഹൈക്കോടതി. ഈ ഹൈക്കോടതിയിലും ഒതുങ്ങിയില്ലെങ്കിൽ അത് സുപ്രീം കോടതിയിലേക്ക് പോകും. മനസ്സിലായ? അതുപോലെയാണ് ഈ കോടതികളെല്ലാം താഴെ നിന്നും മുകളിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സബ് കോടതികളുണ്ട്, മുൻസിഫ് കോടതികളുണ്ട്, മജിസ്ട്രേറ്റ് കോടതികളുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ വിഭാഗത്തിൽ നിന്ന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കോടതിയിലും ചെറിയ കോടതിയിൽ മജിസ്ട്രേറ്റ് കോടതി, മുൻസിഫ് കോടതി, സബ് കോടതി, ഇതിലൊന്നും ഒതുങ്ങാത്ത കേസുകൾ ജില്ലാ കോടതിയിലേക്ക് പോകും. അവിടെ നിൽക്കാത്ത കേസുകൾ ഹൈക്കോടതിയിലേക്ക് പോകും. ഹൈക്കോടതിയിലും പരിഗണിക്കാൻ പറ്റാത്ത കേസുകൾ സുപ്രീം കോടതിയിലേക്ക് പോകും. ഇങ്ങനെയാണ് നീതിന്യായ വിഭാഗത്തിൻ്റെ ചുമതല. ഇന്ത്യയിലെ നീതിന്യായ വിഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ സുപ്രീം കോടതി. രാജ്യത്തെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. അപ്പോൾ രാജ്യത്തെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും, അതായത് ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും അടങ്ങുന്നതാണ് സുപ്രീം കോടതി. നിലവിൽ ചീഫ് ജസ്റ്റിസും 30 ജഡ്ജിമാരുമാണ് ഉള്ളത്. രാഷ്ട്രപതിയാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ LDCയിൽ ചോദിച്ച സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടതുമാണ്. അപ്പോൾ സുപ്രീം കോടതി ഈ പോയിൻറ്റ്സുകളൊക്കെ പഠിച്ചവർക്കൊക്കെ അത് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു പോയിൻറ്റ്സും വിട്ടുകളയാതെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ രാജ്യത്തെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസ് മറ്റ് ജഡ്ജിമാരും അടങ്ങുന്നതാണ് സുപ്രീം കോടതി. നിലവിൽ ചീഫ് ജസ്റ്റിസും 30 ജഡ്ജിമാരുമാണ് സുപ്രീം കോടതിയിലുള്ളത്. രാഷ്ട്രപതിയാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത്. ഇനി സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ ഏതൊക്കെയെന്ന് നോക്കാം. മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ, സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ,
ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനങ്ങൾ ആവശ്യമായ കേസുകൾ, സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ. ഇത്രയും കാര്യങ്ങളാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ഇനി ഹൈക്കോടതി. ഹൈക്കോടതി എന്താണ്? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. രാഷ്ട്രപതി നിയമിക്കുന്ന ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും, രാഷ്ട്രപതിയാണ് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത്, അതുപോലെ മറ്റു ജഡ്ജിമാരെ. അപ്പോൾ രാഷ്ട്രപതി നിയമിക്കുന്ന ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കും. ജില്ലാ കോടതിയുടെയും കീഴ്ക്കോടതിയുടെയും മേൽനോട്ടം ഹൈക്കോടതിക്കാണ്. അപ്പോൾ ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ അധികാരങ്ങൾ എന്തെല്ലാം? മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കുക. മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവ് പുറപ്പെടുവിക്കൽ ഹൈക്കോടതിയുടെ അധികാരങ്ങളിൽപ്പെട്ടതാണ്. സിവിലും ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ പരിഗണിക്കൽ, സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കൽ. അപ്പോൾ കഴിഞ്ഞ LDCക്ക് സുപ്രീം കോടതിയുടെയാണ് ചോദിച്ചതെങ്കിൽ ഇനി വരാനിരിക്കുന്നത് ചിലപ്പോൾ ഹൈക്കോടതിയുടെ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് വിട്ടുകളയാതെ പഠിക്കുക കേട്ടോ. കീഴ്ക്കോടതികൾ എന്തൊക്കെയാണ്? ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് കീഴ്ക്കോടതികൾ. അപ്പോൾ എന്തൊക്കെയാണ്? ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് കീഴ്ക്കോടതികൾ. സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം കീഴ്ക്കോടതികൾക്കുണ്ട്. ഗവൺമെൻറ്റിൻ്റെ 3 ഘടകങ്ങളെക്കുറിച്ച് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ കീഴ്ക്കോടതികൾ, ഹൈക്കോടതി, സുപ്രീം കോടതി. അപ്പോൾ സുപ്രീം കോടതിയുടെ മൗലിക അധികാരങ്ങൾ നമ്മൾ കണ്ടു, ഹൈക്കോടതിയുടെ അധികാരങ്ങൾ കണ്ടു, കീഴ്ക്കോടതിയുടെ അധികാരങ്ങൾ കണ്ടു. അപ്പോൾ ഇതോടെ ഈ ചാപ്റ്റർ തീരെയാണ്. ഇനി ലാസ്റ്റായിട്ട് പറയാനുള്ളത് ലോക അദാലത്തിനെ കുറിച്ചും കൂടി ഉണ്ട്. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ചില നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ലോക അദാലത്ത്. ലോക അദാലത്ത് എന്നാൽ ജനങ്ങളുടെ കോടതി എന്നാണ് അർത്ഥം. ലോക അദാലത്ത് എന്നാൽ ജനങ്ങളുടെ കോടതി. സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. സന്നദ്ധ സ്വഭാവമുള്ള ഒരു നീതിന്യായ സംവിധാനമാണ് ഇത്. കക്ഷികൾക്ക് താൽപ്പര്യമെങ്കിൽ കേസ് തീർപ്പാക്കുന്നതിന് ലോക അദാലത്തിനെ സമീപിക്കാം. കൂടിയാലോചനകളുടെയും ഒത്തുതീർപ്പുകളുടെയും കേസ് തീർപ്പാക്കുവാൻ അദാലത്ത് കക്ഷികളെ പ്രേരിപ്പിക്കുന്നു. കേസുകൾ കഴിയുന്നത്ര വേഗം തീർപ്പാക്കുക, കാലതാമസം ഒഴിവാക്കുക എന്നിവയാണ് ലോക അദാലത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ കേസുകൾ കഴിയുന്നത്ര തീർപ്പാക്കുക, കാലതാമസം ഒഴിവാക്കുക എന്നിവയാണ് ലോക അദാലത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റായ ചാപ്റ്ററാണ്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും 1 വേർഡ് ക്വസ്റ്റ്യൻസും എല്ലാം ഇതിൽ ഒളിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് പോയിൻറ്റ്സ് ഒന്നും വിട്ടു പോകാതെ തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ 8ാം ക്ലാസ്സിലെ അവർ ഗവൺമെൻറ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇതോടെ തീരെയാണ്. വളരെ ഇമ്പോർട്ടൻ്റായ ചാപ്റ്ററാണ്. അപ്പോൾ ഇനി വേറൊരു ചാപ്റ്ററുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.